ഓം ഗും ഗുരുഭ്യോ നമ. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വത്यै നമ. ഓംകാരപ്പൊരുളാം ജഗജ്ജനനി നിൻ പാദം സ്മരിച്ചന്വഹം ശങ്കാഹീനമുരച്ചിടാം സവിനയം സത്യം പരം ധീമഹി. പാരാശര്യവചഃസരോജമമലം ഗീതാർത്ഥ ഗന്ധോത്കടം നാനാഖ്യാനകേസരം ഹരികഥാ സംബോധനാബോധിതം ലോകേ സജ്ജന ഷട്പദൈരഹരഃ പേദീയമാനം മുദാ ഭൂയാത് ഭാരത പങ്കജം കലിമലഭൃത്വം പിനശ്രേയസേ. ആഖ്യയാ യുധിഷ്ഠിരൻ പാണ്ഡുസീമന്തപുത്രൻ സാക്ഷാൽ ശ്രീനാരായണ പാദഭക്തരിൽ മുമ്പൻ ഈ വണ്ണമുണ്ടായി വന്നു കുന്തിക്കു സുതനെന്നു ദേവി ഗാന്ധാരി ഖേദിച്ചു വാഴുംകാലം. രണ്ടാം വത്സരമായി ഇതെനിക്കു ഗർഭമെന്നുമുണ്ടായിരുരു സുതനെന്തതെന്ന അന്തസ്താപാൽ കുണ്ഠത കൈവിട്ടവളുദരം കലക്കിനാലുണ്ടായി സാഷ്ടിയിലയാം മാംസപേശിയുമപ്പോൾ വന്നിതു യദൃച്ഛയാ മാമുനി വേദവ്യാസൻ. അന്നേരമന്തർഗതം ചൊല്ലിനാൾ ഗാന്ധാരിയും കലശശതമാഖ്യ പൂർണ്ണമായി വരുത്തുക. ശലിലം കൊണ്ടു മാംസപേശിയും കഴുകുക. 100 പുത്രന്മാരെയുണ്ടാക്കുവനെന്നു മുനി 100 ഖണ്ഡിച്ചു ഘൃതകലശങ്ങളിലിട്ടാൻ. സൂക്ഷിച്ചു വെച്ചുകൊണ്ടു കുംഭങ്ങൾ പൊട്ടുന്നതും നോക്കിക്കൊണ്ടടുത്തു നീ വളർത്തിക്കൊള്ളുകയെന്നാൽ എന്നരുൾ ചെയ്തു തപസ്സിനെഴുന്നള്ളി മുനി. പിന്നെ ഗാന്ധാരി താനും തെളിഞ്ഞു മരുവിനാൾ ഉണ്ടായ കുമാരനെ പാണ്ഡുവും ഓടിച്ചെന്നു കണ്ടുടൻ ജാതകർമ്മം ചെയ്തു യഥാവിധി. സന്തോഷം പൂണ്ടു മരുവിയിരുന്നാൾ ഒരു ദിനം കുന്തിയോടുര ചെയ്തു പാണ്ഡുവാം നൃപവരൻ എന്തൊരു കഴിവിനി രണ്ടാമതൊരു സുതൻ അന്തമില്ലാതെ ബലമുണ്ടായുണ്ടാവാനെടോ. ക്ഷത്രിയ വംശത്തെങ്കിൽ ജനിച്ചിടുന്നതാകിൽ ശക്തനായിരിക്കേണമെങ്കിലേ ബലമുള്ളോ. വാജിമേധത്തിനല്ലോ ശ്രേഷ്ഠത്വം ക്രതുക്കളിൽ തേജസാം കുലശ്രേഷ്ഠനായതു ദിനകരൻ. ദ്വിപദാംകുലശ്രേഷ്ഠൻ ബ്രാഹ്മണൻ എന്ന പോലെ വിബുധശ്രേഷ്ഠനല്ലോ മാരുതദേവനെടോ. എന്നാൽ നീ ജഗത്പ്രാണദേവനെ ആവാഹിച്ചു നന്ദനമുണ്ടാക്കുക ബലവാനായിട്ടിന്നും. ഭർത്താവിൻ നിയോഗത്താൽ കുന്തിയും തെളിഞ്ഞുള്ളിൽ ഭക്തി പൂണ്ടാവാഹിച്ചാൾ മാരുതദേവൻ തന്നെ. മന്ത്രത്തിൻ ബലം കൊണ്ടു വായുവും അപ്പോഴേ വന്നന്തികെ നിന്ന നേരം കുന്തിയും നാണം പൂണ്ടാൾ. പുത്രനെ വരിച്ചപ്പോൾ ഗന്ധവാഹനനും തെളിഞ്ഞുത്തമമായവളെ പുണർന്നു ഗാഠം അപ്പോഴുൽപാദിച്ചു ഗർഭവും തികഞ്ഞപ്പോൾ അർഭകൻ പിറന്നിതു തെളിഞ്ഞു ലോകങ്ങളും. അന്നേരമശരീരി തന്നെ വാക്കുകേട്ടു നന്ദനനിവൻ ബലി ശ്രേഷ്ഠനെന്നെല്ലാടവും. ഭീമവിക്രമനായ ഭീമസേനനും ഏവം ഭൂമിപാലകകുലശ്രേഷ്ഠനായുണ്ടായി വന്നു. പറ്റലർക്കാലരായ മറ്റുള്ള ഭൂപാലന്മാർക്കിറ്റിറ്റു വീണിടുന്നു മൂത്രവും അശ്രുക്കളും. കുന്തിയും 10-ാം ദിനം കുളിപ്പാൻ പോയാൾ നിജനന്ദനൻ തന്നെ പണിപ്പെട്ടെടുത്തും കൊണ്ടുടൻ. കുളിച്ചു കുമാരനെ എടുത്തുകൊണ്ടു കുന്തി തളർച്ചയോടും ആശ്രമത്തിനു പോരും നേരം പിടിച്ചു തിന്മാൻ വ്യാക്രമടുത്തു വേഗത്തോടു പടുത്വമേറ്റം പാണ്ഡു കൊടുത്തു ശരം കൊണ്ടു മരിച്ചു ശാർദൂലവും ഈശ്വരവിധിവശാൽ. സ്മരിച്ചു ദുർവാസാവിൻ മന്ത്രത്തെ കുന്തിയപ്പോൾ അലറിവരുന്നോരു പുലിയെ കണ്ടു. മലമേൽ മേൽപോട്ടേക്ക് പിടിച്ചു കരേറുമ്പോൾ
വീണുപോയിതു ബാലൻ കീഴ്പോട്ടേക്കുരുണ്ടുടൻ താണൊരു ഭാഗത്തോരു കല്ലിന്മേലെത്ര കഷ്ടം ചൂർണമായി ചമഞ്ഞിതു ശിലയുമതു കണ്ടു പൂർണ്ണ വിസ്മയപരമാനന്ദത്തോടു പാണ്ഡു ഭഗവാൻ പരമാത്മാ പരമേശ്വരൻ വിഷ്ണു ജഗദാംബതി പരിപാലിച്ചു കൊള്ളുകയെന്നാൻ സചന്ദ്രേ ബൃഹസ്പതോ സിംഹകേ മഖാന്യുതേ വിജയമുഹൂർത്തകേ ദിനമധ്യകേ സൂര്യേ പിറന്നു ഭീമസേനൻ വിശദത്രയോദശ്യാം നിറഞ്ഞ പാതിരയ്ക്കു മുമ്പിലെ സുയോധനൻ പിറന്നാനതു നേരം കരഞ്ഞു കുറുനരി ചൊരിഞ്ഞു മേഘങ്ങളും രുധിരവൃഷ്ടി കൊണ്ടു വരുത്തി വിപ്രന്മാരെ ധൃതരാഷ്ട്രരും അപ്പോൾ പെരുത്ത താപത്തോടും വിതുരരോട് ചൊന്നാൻ ദുർനിമിത്തങ്ങളുടെ കാരണം ചൊൽകെന്നപ്പോൾ മന്നവൻ തന്നോടാശു ഉര ചെയ്തു ഇന്നിപ്പോൾ ഉണ്ടായവൻ നമ്മുടെ കുലാന്തകൻ എന്നതു ദൈവമറിയിക്ക ചെയ്തതു നൂനം ത്യജിച്ചിടേണമൊരു പുരുഷം കുലസ്യാർത്തെ ത്യജിച്ചിടേണമൊരു കുലത്തെ ഗ്രാമസ്യാർത്തെ ത്യജിക്കാം ജനപദസ്യാർത്തെ കേവലം ഗ്രാമം ത്യജിക്കാം ആത്മാർത്ഥെ തന്നോടുമെന്നറിയണം ഇത്തരം വിതുരരും വിപ്രരുമുര ചെയ്താരുത്തരം ചൊല്ലിയിലേതും പുത്രസ്നേഹത്താൽ നൃപൻ അങ്ങനെ 100 മക്കൾ ധൃതരാഷ്ട്രനുമുണ്ടായി വന്നു തിങ്ങിന മോദത്തോടും പിന്നെയും പാണ്ഡുനൃപൻ ലോകവിഖ്യാതനായിട്ടിനിയുമൊരു സുതൻ ഭാഗവതോത്തമനായുണ്ടാവാനെന്തു നല്ലു ത്രൈലോക്യാധിപനായ വാസവൻ ദേവശ്രേഷ്ഠൻ പൗലോമവീരൻ തന്നെ സേവിച്ചാൽ അവനുടെ വീര്യത്താൽ നമുക്കൊരു നന്ദനനുണ്ടായി വരും വീര്യവാനായിട്ടെന്നു കൽപ്പിച്ചു വഴിപോലെ താപസശ്രേഷ്ഠന്മാരുമായി നിരൂപിച്ചു കൽപ്പിച്ചാ ഭോഗാനന്ദം പൂണ്ടു കൂന്തിയോടുര ചെയ്താൻ വല്ലഭേ നമുക്കിന്നും നല്ലൊരു തനയനെ സ്വർലോകാധിപസമനായിട്ടുണ്ടാക്കിയിടേണം ആരാധിച്ചിടുന്നതുണ്ടിന്ദ്രനെ ഞാനും നീയും പാരാതെ വരിക്കേണം മന്ത്രം കൊണ്ടെന്റെ ചൊല്ലാൽ ഇങ്ങനെ നിയോഗിച്ചാൽ മംഗലനായ പാണ്ഡു അങ്ങനെ തന്നെ എന്നു കുന്തിയും മുര ചെയ്താൽ ധീരാത്മാ നൃപോത്തമനൊരു കാൽ കൊണ്ടു നിന്നു ഘോരമായിരിപ്പോരു തപസ്സു തുടങ്ങിനാൻ അക്കാലം പ്രത്യക്ഷനായി ഇതിന മഹേന്ദ്രനും ഉൾക്കാമ്പു തെളിഞ്ഞു ഭൂപാലനോടരുൾ ചെയ്തു 3 ലോകത്തിങ്കലും വിശ്രുതനായിട്ടിപ്പോൾ ഞാൻ നിനക്കൊരു സുതൻ തന്നെ ഉണ്ടാക്കിയിടുവൻ എന്നതു കേട്ടു തെളിഞ്ഞിടിനാൻ പാണ്ഡുനൃപൻ ചെന്നു കുന്തിയെ പുണർന്നിടിനാൻ മഹേന്ദ്രനും ഗർഭിണിയായ കുന്തി തന്നെ തേജസ്സു കണ്ട് അത്ഭുതം പൂണ്ടു ചമഞ്ഞിടിനാരെല്ലാവരും അർഭകൻ പിറന്നിതു ഫാൽഗുന മാസേ പുനരെപ്പോഴേ ഫൽഗുനൻ എന്നതിനാൽ പേരുമിട്ടാൽ കേൾക്കായിത ശരീരി വാക്കും അന്നേരം ദിവി സാക്ഷാൽ ശ്രീരാമസമനായി വരൂ ഇവനെന്നു ചേതസ്തി ശതശൃംഗവാസികൾക്കെല്ലാം അപ്പോൾ പ്രീതിയും വളർന്നിതു കുന്തിയും സന്തോഷിച്ചാൽ ദേവകൾ പെരുമ്പറയടിച്ച നാഥ ഘോഷമേവമെന്നെനിക്കിപ്പോൾ ചൊല്ലുവാനരുതല്ലോ കൽപ്പാന്തകാലത്തിങ്കൽ പെയ്യുന്ന മഴ പോലെ പുഷ്പങ്ങൾ കൊണ്ടു വൃഷ്ടിയുണ്ടായതെന്തേ ചൊൽവു ദേവഗന്ധർവന്മാരും അപ്സര സ്ത്രീവർഗവും ദേവികളോട് പാട്ടുമാട്ടവും തുടങ്ങിനാർ ജയന്തോത്സവ രജിതോത്സവമിത്രയില്ല ഭയം തീർന്നിതു ദേവാദികൾക്കുമതുകാലം ഇങ്ങനെ 3 കുമാരന്മാരുണ്ടായ കാലം മംഗലശീലയായ മാതൃയുമൊരു ദിനം പുത്രന്മാർ തനിക്കു താൻ പെറ്റൊന്നുമില്ലായകയാൽ ഭർത്താവു തന്നോടൊരു രഹസ്യ ചൊല്ലിയതിനാൽ ഗാന്ധാരി തനിക്കൊരു 100 പുത്രന്മാരുണ്ടു ശാന്തമനസ്സയായ കുന്തി ദേവിക്കും അപ്പോൾ പുത്രന്മാരുണ്ടായി വന്നിത് ഈശ്വര നിയോഗത്താൽ സിദ്ധമല്ലായകയാൽ ഞാൻ ഒന്നുണ്ടു ചൊല്ലിയിടുന്നു
സ്ത്രീകൾക്കു താന്താൻ പെറ്റു പുത്രന്മാരില്ലെന്നാകിൽ ശോകത്തിനൊരിക്കലുമില്ലൊരു ശാന്തി നൂനം എന്നിവയോർത്തു കുറഞ്ഞൊരു സന്താപമുള്ളിൽ പിന്നെയുമുണ്ടാകുന്നു മൂഢത കൊണ്ടുതാനും. ഉത്തരം കേട്ടു പാണ്ഡു കുന്തിയോടൊരു ദിനം മദ്രജാമനോഗതമറിയിച്ചതു കേട്ടു. കുന്തിയും ഒരു മന്ത്രം ദാനം ചെയ്തതു മാതൃക്കന്തരാത്മനി പരമാനന്ദത്തോടും അവൾ അശ്വിനി ദേവകളെ വരിക്ക നിമിത്തമായി വിശ്രുതന്മാരായവൾക്കിരുവരുണ്ടായി വന്നു. നിശേഷ നൃപഗുണയുക്തന്മാരായിട്ടവർ വിശ്വനായക സമന്മാരെന്നേ പറയാവൂ. നകുലനെന്നും സഹദേവനെന്നും നാമം നിഖില ജനമനോമോഹനന്മാരെത്രയും നകുലനെന്നും സഹദേവനെന്നും നാമം നിഖില ജനമനോമോഹനന്മാരെത്രയും നകുലനെന്നും സഹദേവനെന്നും നാമം നിഖില ജനമനോമോഹനന്മാരെത്രയും